നമസ്കാരം. വിജയനെ മുഖ്യമന്ത്രിയാക്കണ്ട. സഖാക്കൾ നൽകിയ 8ന്റെ പണി എന്താണെന്നറിഞ്ഞാലേ അതിൻ്റെ ഉത്തരം പൂർത്തിയാകൂ. എങ്ങനെ തോറ്റു എന്ന ലളിതമായ ചോദ്യത്തിന് ഭരണവിരുദ്ധ വികാരമില്ലെന്ന വിചിത്രമായ ഉത്തരം. ശബരിമല കൊള്ള സർക്കാരിനെതിരായ വികാരമായി മാറിയിട്ടും CPM മാത്രം അത് തിരിച്ചറിയുന്നില്ല. പത്മകുമാറിനെ താങ്ങിയത് തിരിച്ചടിയെന്ന് സംസ്ഥാന സമിതിയുടെ വിലയിരുത്തലുണ്ടായിട്ടും അതിനെക്കുറിച്ച് ഒരു വാക്ക് മിണ്ടുവാൻ സെക്രട്ടറിക്കാകുന്നില്ല. എന്നിട്ട് ഒരൊറ്റമൂലി നിശ്ചയിക്കുന്നു രാഷ്ട്രീയ പ്രചരണ ജാഥ നടത്താനെന്ന്. ശബരിമല സ്വർണ്ണക്കൊള്ള വിഷയം തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പാർട്ടിക്കും സർക്കാരിനും തിരിച്ചടിയായി എന്ന് CPM സംസ്ഥാന സമിതി യോഗത്തിൽ വിമർശനമുണ്ടായിട്ടും ഒരക്ഷരം എന്തേ നിങ്ങൾ മിണ്ടുന്നില്ല? ജനങ്ങളെ വിശ്വാസത്തിലെടുക്കുന്നതിൽ പാർട്ടിക്ക് വീഴ്ച പറ്റിയെന്നും സർക്കാർ പ്രവർത്തനങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിൽ സംഘടനാപരമായിട്ടുള്ള പോരായ്മകൾ സംഭവിച്ചുവെന്നും സമിതി വിലയിരുത്തുന്നു. അതേസമയം സംസ്ഥാനത്ത് ഭരണവിരുദ്ധ വികാരമില്ലെന്ന് യോഗം നിരീക്ഷിക്കുന്നു. തിരഞ്ഞെടുപ്പിലെ തിരിച്ചടി പരിഹരിക്കുന്നതിന്റെ ഭാഗമായിട്ട് സംസ്ഥാന വ്യാപകമായിട്ട് രാഷ്ട്രീയ പ്രചാരണ ജാഥ സംഘടിപ്പിക്കണമെന്ന് യോഗത്തിൽ നിർദ്ദേശവും വരുന്നു. കഴിഞ്ഞു എല്ലാം. ശബരിമല സ്വർണ്ണക്കൊള്ള വിവാദം ജനങ്ങൾക്കിടയിൽ വലിയ ചർച്ചയാവുകയും ഇത് സർക്കാരിനെതിരായിട്ടുള്ള വികാരമായിട്ട് മാറുകയും ചെയ്തിട്ടും പാർട്ടിക്ക് കൃത്യമായിട്ട് തിരിച്ചറിയാനായില്ല എന്ന് സംസ്ഥാന സമിതി അംഗങ്ങൾ ചൂണ്ടിക്കാട്ടുന്നു. മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റും CPM ജില്ലാ കമ്മിറ്റി അംഗവുമായിട്ടുള്ള പത്മകുമാറിനെതിരെ നടപടിയെടുക്കാത്തത് തെറ്റിദ്ധാരണകൾക്ക് വഴിവെച്ചുവെന്നും ഇത് തിരഞ്ഞെടുപ്പിൽ പാർട്ടിയുടെ പ്രകടനത്തെ പ്രതികൂലമായിട്ട് ബാധിച്ചെന്നും ഭൂരിഭാഗം അംഗങ്ങളും അഭിപ്രായപ്പെട്ടു. എന്നിട്ടും ജനങ്ങളെ വിശ്വാസത്തിലെടുക്കുന്നതിൽ പാർട്ടി പരാജയപ്പെട്ടുവെന്ന് ഭൂരിഭാഗം പേരും സമ്മതിക്കുകയും ചെയ്തു. പത്മകുമാറിനെതിരായിട്ടുള്ള സംഘടനാ നിലപാട് ശരിയായിരുന്നില്ലെങ്കിലും അത് ജനങ്ങളെ ബോധ്യപ്പെടുത്തുവാൻ അവർക്ക് കഴിഞ്ഞില്ല എന്നുള്ളിടത്ത് നിങ്ങൾ പരാജയപ്പെട്ടു എന്നുള്ളതാണ്. ഭരണവിരുദ്ധ വികാരമില്ലെന്ന വിചിത്രവാദം മുന്നോട്ട് വെക്കുമ്പോൾ അത് എന്തുകൊണ്ടുണ്ടാകുന്നില്ല എന്നുള്ളതാണ്. സംസ്ഥാനത്ത് ഭരണവിരുദ്ധ വികാരം ഉണ്ടായിട്ടേ ഇല്ല എന്ന വിചിത്രവാദമാണ് സംസ്ഥാന സമിതി മുന്നോട്ട് വെക്കുന്നത്. ഭരണരംഗത്ത് കാര്യമായിട്ടുള്ള വിവാദങ്ങളില്ലാത്ത കാലഘട്ടമായിരുന്നിട്ടും സർക്കാരിന്റെ ജനക്ഷേമകരമായിട്ടുള്ള പ്രവർത്തനങ്ങൾ ജനങ്ങളിലേക്ക് ഫലപ്രദമായി എത്തിക്കുന്നതിൽ സംഘടനാപരമായിട്ടുള്ള വീഴ്ച സംഭവിച്ചു എന്നും യോഗത്തിന്റെ വിലയിരുത്തൽ ഉണ്ടാകുന്നു. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വലിയ വിജയം നേടാനാകുമോ എന്നായിരുന്നല്ലോ പല ജില്ലാ കമ്മിറ്റികളുടെയും പ്രാഥമികമായിട്ടുള്ള വിലയിരുത്തൽ. എന്നാൽ ഈ പ്രതീക്ഷകൾക്ക് വിരുദ്ധമായിട്ട് കനത്ത തിരിച്ചടിയാണ് പാർട്ടിക്ക് നേരിടേണ്ടി വന്നത് എന്നത് നമ്മൾ കണ്ടതാണ്. തെരഞ്ഞെടുപ്പിൽ നേരിട്ട തിരിച്ചടിയുടെ പശ്ചാത്തലത്തിൽ ജനങ്ങളുമായിട്ട് നേരിട്ട് സംവദിച്ച് പാർട്ടി നിലപാടുകളും സർക്കാർ നേട്ടങ്ങളും വിശദീകരിക്കുന്നതിനായിട്ട് ഒരു രാഷ്ട്രീയ പ്രചാരണ ജാഥ അത്യാവശ്യമാണ് എന്നാണ് സംസ്ഥാന സമിതിയിലെ പ്രധാന നിർദ്ദേശം. ഇതാണ് പുതിയ ക്യാപ്സൂൾ എന്ന് പറയപ്പെടുന്നത്. ഈ കണ്ടെത്തലുകൾ വരും തിരഞ്ഞെടുപ്പുകളിലെ പാർട്ടിയുടെ തന്നെ തന്ത്രങ്ങളെയും സമീപനങ്ങളെയും സ്വാധീനിക്കുന്നതിൽ നിർണായകമായും എന്നൊക്കെയാണ് ഈ രാഷ്ട്രീയപരമായിട്ടുള്ള കണ്ടെത്തലുകൾ. തോൽവിയെക്കുറിച്ച് പഠിക്കുവാൻ ശ്രമിക്കുന്നവർ ഇങ്ങനെയൊക്കെ വാതോരാതെ പറഞ്ഞാൽ മാത്രം മതിയല്ലോ. അയ്യയ്യോ, ഇതെന്തൊരു നാണക്കേടാണ്. സ്വർണം കട്ടവൻ ആരപ്പ എന്ന് കേട്ടപ്പോഴും വിപ്ലവവും ഇരട്ടൻ ചക്കുമെല്ലാം തീർന്നു പോയവരാണിവർ. അയ്യപ്പന്റെ സ്വർണം അടിച്ചു മാറ്റിയപ്പോൾ ഉണ്ടാകാത്ത മതസ്പർദ്ധയാണത്രേ പാട്ടിലുള്ളത് എന്ന് പറഞ്ഞ് പ്രചരിപ്പിച്ചവരാണിവർ. അത് കേരളത്തിലെ ദേശീയ ഗാനമായിട്ട് മാറ്റിയത് ആ ഭക്തരാണ്. നിരോധിച്ചാലും പോലീസുകാരും മൂളിപ്പാട്ട് പാടിക്കൊണ്ടേ ഈ FIR എഴുതൂ എന്നുള്ളത് എന്തുകൊണ്ട് മനസ്സിലാക്കുന്നില്ല? സത്യത്തിൽ അയ്യപ്പനോട് കളിച്ചപ്പോഴൊക്കെ കമ്മ്യൂണിസ്റ്റുകാരാ നിങ്ങൾക്ക് കണക്കിന് കിട്ടിയിട്ടുണ്ടല്ലോ. കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ എന്തായത്? തൊഴിലാളികളുടെയും കർഷകരുടെയും നീതിയുള്ള അവകാശങ്ങൾക്കായി ഉറച്ച നിലപാടെടുത്ത ശക്തമായ ഇടതുപക്ഷ രാഷ്ട്രീയ ധാരയാണത്. കാറൽ മാർക്സും ഫ്രെഡറിക് ഏംഗൽസും ചൂഷണത്തിനെതിരായ ശാസ്ത്രീയ ചിന്തയിലൂടെ മനുഷ്യ വിമോചനത്തിന്റെ അടിത്തറ പാകി ആ ദർശനത്തെ വിപ്ലവ ശക്തിയാക്കി മാറ്റിയ വ്ളാഡിമർ ലെനിൻ ധൈര്യത്തിന്റെയും നേതൃത്വത്തിന്റെയും പ്രതീകമായി മാറ്റിയുണ്ടാക്കിയ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം, സാമ്രാജ്യത്വത്തിനെതിരെ അചഞ്ചലമായി നിലകൊണ്ട ഫിദൽ കാസ്ട്രോയും സ്വാർത്ഥതയില്ലാത്ത വിപ്ലവ മനുഷ്യന്റെ മുഖമായി മാറിയ ചെഗുവേരയും കമ്മ്യൂണിസ്റ്റ് ആത്മാവിന്റെ ശക്തി ലോകത്തിന് തെളിയിച്ചു കൊടുത്തത് നമ്മൾ കണ്ടതാണ്. അപ്പോൾ ഈ ധൈര്യവും വ്യക്തിത്വവും തന്നെയാണ് ഇടതിന്റെ രാഷ്ട്രീയ പാതയെ ഇന്നും ഉറപ്പോടുകൂടി മുന്നോട്ട് നയിക്കുന്നത് എന്നുള്ളത് ഒരു വൈപ്പായി നിൽക്കുന്നു കേരള രാഷ്ട്രീയത്തിൽ. നാണക്കേടാണ്. ചെഗുവേരയുടെ ആരാധകർ, കാറൽ മാർക്സിന്റെ പിൻഗാമികൾ, ഏംഗൽസിന്റെ വഴിയെ നടക്കുന്നവർ, ലെനിനെ പോലെ ധൈര്യശാലികൾ, കാസ്ട്രോയെ പോലെ വിപ്ലവകാരികൾ. എന്നിട്ടും 4 വരി പാട്ടിൽ ഒലിച്ചു പോകുന്ന അവരുടെ വിപ്ലവവും ഉശുരും ചങ്കൂറ്റവും ഇരട്ടച്ചങ്കും കാണുമ്പോൾ വെറുതെയല്ല ലോകം മുഴുവനും ബംഗാളിലും ത്രിപുരയിലും ജനം കവണം മണൽ കൊണ്ട് അടിച്ചോടിച്ചത് എന്ന് യാഥാർത്ഥ്യമാകുന്നു. അത് മനസ്സിലാക്കുവാനുള്ള കെൽപ്പെങ്കിലും കേരളത്തിലെ സഖാക്കൾക്കുണ്ടാകേണ്ടതാണ്. സത്യത്തിൽ ഈ പാർട്ടിക്ക് ഇത് എന്ത് പറ്റി എന്ന് ചിന്തിക്കേണ്ട സമയം കഴിഞ്ഞിരിക്കുന്നു. 1986-87 കാലഘട്ടത്തിൽ PJ ആന്റണിയുടെ ക്രിസ്തുവിന്റെ 6ാം തിരുമുറിവ് എന്ന നാടകം അന്നത്തെ രൂപതകളുടെ എതിർപ്പുകളെ മാനിച്ചുകൊണ്ട് K കരുണാകരൻ നിരോധിച്ചപ്പോൾ അന്ന് ഈ DYFI കുഞ്ഞുങ്ങളുണ്ടല്ലോ, അവർ തെരുവിൽ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിനായിട്ട് പോലീസ് ജീപ്പുകളും KSRTC ബസ്സുകളും തല്ലിപ്പൊളിച്ചു.
കൂടാതെ കേരളത്തിലെ ആസ്ഥാന സാഹിത്യകാരൻ എന്ന് പറയപ്പെടുന്ന തെണ്ടികളുണ്ടല്ലോ, സർക്കാരിനെതിരെ ലേഖനങ്ങൾ എഴുതുകയും ഉടനീളെ പ്രസംഗിച്ച് നടക്കുകയും ചെയ്തു. 1987 ഏപ്രിലിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് വന്നപ്പോ കരുണാകരൻ പോയി നയനാർ മുഖ്യമന്ത്രിയാവുകയും ചെയ്തു. നയനാരുടെ മുന്നിൽ ആദ്യം വന്നത് ഇതേ ക്രിസ്തുവിന്റെ തിരുമുറിവ് തന്നെയായിരുന്നു. അന്ന് വീരവാദം അടിച്ചിരുന്നവരും ആവിഷ്കാര സ്വാതന്ത്ര്യ പ്രേമികളും ഒക്കെ ആ നാടകം വീണ്ടും നിരോധിക്കേണ്ടി വന്നു. അന്ന് ഈ ഡിവൈഎഫ്ഐ കുഞ്ഞുങ്ങൾ എവിടെ പോയിരുന്നു? നമ്മുടെ നിയമസഭയിൽ നടന്ന കയ്യാങ്കളിയെ കുറിച്ച് പ്രതിപക്ഷ നേതാക്കൾ നടത്തിയ ആരോപണങ്ങളിൽ മനംനൊന്ത പ്രതിപക്ഷ MLA TV രാജേഷ് മാധ്യമപ്രവർത്തകരുടെ മുന്നിൽ പൊട്ടിക്കരഞ്ഞു ഓർക്കുന്നുണ്ടോ? സഭയിലെ വീഡിയോ പരിശോധനയ്ക്ക് ശേഷം ജെയിംസ് മാത്യു MLAക്കൊപ്പം പുറത്തു വന്ന് അന്ന് രാജേഷ് തന്റെ കുടുംബത്തെക്കുറിച്ച് PC ജോർജും KC ജോസഫും മോശമായ പരാമർശങ്ങൾ നടത്തി എന്ന് പറഞ്ഞുകൊണ്ടുള്ള പൊട്ടിക്കരച്ചിൽ മറന്നു കാണില്ല. നാടകക്കാരെ വെല്ലുന്ന തരത്തിലുള്ള പ്രകടനമായിരുന്നല്ലോ അത്. തനിക്കും അച്ഛനും ഭാര്യയും കുടുംബവും ഉണ്ടെന്ന് ആരോപണം നടത്തിയവർ ഓർക്കണമെന്ന് പറഞ്ഞ് സംസാരിച്ചു തുടങ്ങിയ രാജേഷ് ഒടുന്നനെ പൊട്ടിക്കരയുകയായിരുന്നു. PC ജോർജും KC ജോസഫും മാപ്പ് പറയണമെന്ന് കരച്ചിനുള്ള രാജേഷ് വിതിമ്പിക്കൊണ്ട് പറയുന്നുമുണ്ടായിരുന്നു. അപ്പൊ മറ്റുള്ളവരെ എന്തും പറയാം, മറ്റുള്ളവരുടെ മേൽ എന്തും അടിച്ചു കയറ്റാം, അവരെ ആക്ഷേപിക്കാം, നാറ്റിക്കാം. പക്ഷേ അതേ കുന്തമന സ്വന്തം കുണ്ടിയിൽ തറയ്ക്കുമ്പോൾ കരച്ചിലും പിഴിച്ചിലും ഒന്നുമല്ലെങ്കിൽ ഗുണ്ട ആക്രമണവും 51 വെട്ടുകളും. കേരളത്തിൽ 5ഓളം UDF MPമാർ BJPയിലേക്ക് പോകുന്നു എന്ന് പറയുന്നു. 10ഓളം MLAമാർ BJPയിലേക്ക് എത്തുന്നു എന്ന് പറയുന്നു. K സുധാകരൻ, രമേശ് ചെന്നിത്തല എന്നിവരും BJPയിലേക്ക് എന്ന് ഇടതു പത്രങ്ങളും കൈരളി ചാനലും തട്ടിവിട്ടപ്പോൾ ഈ പോരാളി ഷാജിമാരും കാഫർ സ്ക്രീൻഷോട്ടുകാരും ഒക്കെ അത് ഏറ്റുപിടിച്ചു പാടിയത് ഓർമ്മയുണ്ടോ? എന്നിട്ട് വടകരയിൽ തോറ്റതോർക്കുന്നുണ്ടോ? അങ്ങനെ അവർ വിജയിച്ചു കൊണ്ടിരിക്കുമ്പോൾ P ജയരാജൻ BJPയിലേക്ക് എന്നും A മാരിഫ് കോൺഗ്രസിലേക്ക് എന്നും പറഞ്ഞ് KT ജലീൽ ലീഗിലേക്കും എന്നും പറഞ്ഞ് UDFകാരും തിരിച്ചു മറുപടി കൊടുത്തപ്പോ ജയരാജൻ എന്ത് ചെയ്തു? ജയരാജൻ ഇതൊക്കെ വെളുപ്പിക്കാൻ വേണ്ടി അന്ന് നന്നേ പാടുപെട്ടു. A മാരിഫ് അന്ന് ഫേസ്ബുക്കിൽ തെറി എഴുതി പ്രതികരിച്ചു. ജലീല് ഖുറാൻ കയ്യിലെടുത്ത് സത്യം ചെയ്ത് കാണിച്ചു. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇവരുടെയൊക്കെ വീരവാദങ്ങൾ. പിണറായി വിജയന്റെ പിണറായിയിലെ വീട് കാണുവാൻ പിണറായിയിലെ ഗുണ്ടകൾ അനുവദിച്ചിരുന്നില്ല. കണ്ടൽക്കാട് വെട്ടിയൊതുക്കി ജയരാജൻ പണിത ഒരു റിസോർട്ടിന്റെ പേരിൽ CPMുമായിട്ട് തെറ്റിയ TP ചന്ദ്രശേഖരനും ഒറിജിനൽ കമ്മ്യൂണിസ്റ്റുകാരും ചേർന്ന് പിണറായിയിലെ വീടിന്റെ ഫോട്ടോ എടുക്കാൻ പോയപ്പോൾ അദ്ദേഹത്തിന് നഷ്ടമായത് ഒരു ജീവനാണ്. ആ തക്കം നോക്കി കേരളത്തിലെ കുന്നംകുളത്തിനടുത്തുള്ള ഒരു വീടിന്റെ ഫോട്ടോ പിണറായിയുടെ വീട് എന്ന പേരിൽ ഒരുത്തൻ സോഷ്യൽ മീഡിയയിൽ ഇട്ടപ്പോൾ അവനെ ഖത്തറിൽ നിന്നും പുറത്താക്കുവാനും പിണറായി മടിച്ചില്ല എന്നുള്ളതാണ്. കേരളത്തിൽ തൃശ്ശൂരിലെ സിറ്റി സെന്ററിനെ K മുരളീധരന്റെ ബിനാമി സെന്റർ ആക്കിയ ബിരുദന്മാരാണ് ഇവരെന്ന് നാം മറക്കരുത്. ഞാനിത് പറഞ്ഞു വരുന്നത് ഈ സൈബർ കമ്മികൾ നടത്തുന്ന ഇത്തരത്തിലുള്ള പോരാട്ടങ്ങളെ കുറിച്ചാണ്. ഇതാണ് ഇവരുടെയൊക്കെ വിപ്ലവം. മറ്റുള്ളവരെ കുറിച്ച് എന്തും വിളിച്ചു പറയുന്ന, ഇല്ലായ്മ വിളിച്ചു പറയപ്പെടുന്ന സൈബർ ആക്രമണം. പണ്ട് ഈ ബ്രിട്ടീഷുകാർ ഭരിക്കുമ്പോൾ അവർക്കെതിരെ സമരം ചെയ്ത കോൺഗ്രസുകാരെ തീവ്രവാദികളാക്കിക്കൊണ്ട് ആൻഡമാനിലേക്ക് നാട് കടത്തുന്ന ഒരു രീതി ഉണ്ടായിരുന്നു. പിന്നീട് കോൺഗ്രസ് ഭരിച്ചപ്പോൾ സമരം ചെയ്ത കമ്മ്യൂണിസ്റ്റുകളെ ഓടിച്ചിട്ട് പിടിച്ചതിനാൽ അവരെല്ലാവരും ഒളിവിൽ പോകേണ്ടിയും വന്നു. അത് കഴിഞ്ഞ് കമ്മ്യൂണിസ്റ്റുകൾ അധികാരത്തിൽ വന്നപ്പോഴോ അവർക്കെതിരെ സമരം നയിച്ചവരെ നക്സലുകളാക്കി മാറ്റി, മാവോയിസ്റ്റുകളാക്കി മാറ്റി. ഇന്നിപ്പോഴോ തീവ്രവാദികളാക്കുവാൻ മടിക്കുന്നില്ല എന്നുള്ളതാണ്. അമേരിക്കൻ സാമ്രാജ്യത്വത്തിനെതിരെ എന്നും വാളോങ്ങുന്ന ഈ CPMകാർ പത്രസ്വാതന്ത്ര്യത്തിനും സോഷ്യൽ മീഡിയ സ്വാതന്ത്ര്യത്തിനും വേണ്ടിയിട്ട് എന്നും പൊരുതുന്നവർ ഇന്നിപ്പോൾ അമേരിക്കയെക്കാളും നമ്മുടെ കേന്ദ്ര സർക്കാരിനേക്കാളും ശക്തമായിട്ട് സോഷ്യൽ മീഡിയയെയും ചാനലുകാരെയും ഭയക്കുന്നു എന്നുള്ളതാണ്. മിണ്ടിയാൽ പോലീസ് കേസ്, അതും നടന്റെ പേരിൽ ചാർത്തിയിട്ടുള്ളതുപോലുള്ള കള്ളക്കേസുകൾ. കേരളത്തിൽ പെണ്ണ് കേസുകൾ കണ്ടുപിടിച്ചത് CPM ആണ്. പെണ്ണ് കേസുകൾ കൊണ്ട് മാത്രമാണ് ഭരണത്തിലെത്തിയിട്ടുള്ളത് എന്ന് ആർക്കും നല്ല ബോധ്യമുള്ളതാണ്, അവർക്ക് നന്നേ ബോധ്യമുള്ളതാണ്. അതുകൊണ്ട് തന്നെ പെണ്ണ് കേസുകൾക്ക് കാരണഭൂതരായവരൊക്കെ മന്ത്രിമാരാക്കി, ചിലരെയൊക്കെ പൊളിറ്റിക്കൽ സെക്രട്ടറി ആക്കിയതും ഇതേ പാർട്ടി തന്നെയാണ്. പക്ഷെ CPM പെണ്ണ് കേസിൽപ്പെടുത്തിയിട്ടുള്ളവരൊക്കെ പിന്നീട് MLA ആയതും MP ആയതുമൊക്കെ അട്ടിമറി ഭൂരിപക്ഷത്തിലായിരുന്നു എന്നത് ചരിത്രമാണ്. അത് നിങ്ങൾ ചിന്തിക്കേണ്ടതാണ്. അന്ന് കുഞ്ഞാലിക്കുട്ടിയെ കുടുക്കിയില്ലായിരുന്നുവെങ്കിൽ ഇന്ന് മുസ്ലിം ലീഗ് 12 കഷ്ടങ്ങളായനെ. K മുരളീധരനെ രാമനിലയത്തിൽ കുടുക്കി, ഉണ്ണിത്താനം മഞ്ചേരിയിൽ കുടുക്കി, വിൻസെന്റിനെ കോവളത്ത് കുടുക്കി, കുര്യനെ സൂര്യനെല്ലിയിൽ കുടുക്കി, ഉമ്മൻചാണ്ടിയെ സോളാറിൽ കുടുക്കി. പക്ഷേ അവരെല്ലാവരും പിന്നീട് ഇടതുകോട്ടകളിൽ നിന്ന് മിന്നുന്ന പ്രകടനം കാഴ്ചവെച്ചുകൊണ്ട് ജയിച്ചു കയറി. ഉമ്മൻചാണ്ടിയാണെങ്കിലോ കേരളത്തിന്റെ ദൈവപുത്രനായി മാറി. ഈയിടെ അടുത്ത കാലത്ത് ഒരു MLA നാട്ടുകാർ കയ്യോട് പൊക്കി എന്നൊരു വാർത്ത ഉച്ചയ്ക്ക് വന്നിരുന്നു, അറിഞ്ഞു കാണും എല്ലാവരും. അതും പാർട്ടിയിലെ ഒരു ഉന്നതയുമായിട്ടുള്ള നട്ടുച്ച ചർച്ചകൾക്കിടെയായിരുന്നു അങ്ങനെ പൊക്കിയത്. പക്ഷെ വാർത്തകൾ വെളിയിൽ വരുന്ന നിമിഷം മുതൽ ഭരിക്കുന്നവരുടെ PR ടീമുകൾ സകലമാന ചാനലുകളെയും ഓൺലൈൻ വാർത്താ മാധ്യമങ്ങളെയും എന്തിന് യൂട്യൂബർമാരെയും വിളിച്ച് ഭീഷണിപ്പെടുത്തുകയും അവരെ സ്റ്റേഷനുകളിലേക്ക് വിളിപ്പിക്കുകയും ചെയ്തത് നമ്മൾ കണ്ടതാണ്. അവരുടെ ആക്ഷനൊക്കെ വളരെ പെട്ടെന്നായിരുന്നു.
പ്രതിപക്ഷത്തെ 1-2 ലോക്കൽ നേതാക്കളെ പോസ്റ്റ് ഇട്ടതിന്റെ പേരിൽ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. പ്രതിപക്ഷവും പ്രതിപക്ഷ നേതാവും അതേക്കുറിച്ച് പ്രതികരിച്ചില്ല എന്നത് PR കമ്പനികൾക്ക് ആശ്വാസകരമാവുകയും ചെയ്തു. അപ്പോൾ ഇവിടെ കേസ്, പോലീസ്, അറസ്റ്റ് എന്നൊക്കെ പറയുമ്പോൾ സാധാരണ ജനങ്ങൾ പേടിക്കുമെന്ന് മനസ്സിലാക്കിയപ്പോഴാണ് ഇന്നിപ്പോൾ കേവലം ഒരു പാട്ടിന്റെ പേരിൽ കേസെടുത്ത് ആ പാട്ടുമായിട്ട് മുന്നോട്ട് പോയത് നമ്മൾ കണ്ടതാണ്. എന്നിട്ടും എന്ത് സംഭവിച്ചു? തിരഞ്ഞെടുപ്പിൽ സ്വാഹ, അതും തേഞ്ഞൊട്ടി. മാങ്കൂട്ടത്തലിനെ പെണ്ണ് കേസിൽ തട്ടിത്തെറിപ്പിച്ചപ്പോ ആകെ മുഖത്ത് നോക്കി തെറി വിളിച്ചവന്റെ ശല്യവും മാറിക്കിട്ടി. എന്നാൽ അതുകൊണ്ടൊന്നും മൂന്നാമതും ഭരിക്കാൻ പറ്റില്ലെന്ന് ജനം വിധി എഴുതുമ്പോൾ ഇനി എന്ത് ചെയ്യുമെന്ന് നിങ്ങൾ ആലോചിക്കുക. ഇനി പുതിയ ക്യാപ്സൂളുകൾ നിങ്ങൾ കണ്ടുപിടിക്കേണ്ടി വരും. അവിടെയാണ് കാരണഭൂതരായവരെ നിങ്ങളോട് ചോദിക്കാനുള്ളത്. നമ്മൾ എന്തുകൊണ്ട് തോറ്റു എന്ന് പൊതുസമൂഹത്തിന് മുന്നിൽ നിങ്ങൾക്ക് വേണ്ടി തൊണ്ട പൊട്ടുമാർ അലറി ഇൻകുലാബ് വിളിക്കുന്നില്ലേ? അവർക്ക് നിങ്ങളൊരു മറുപടി കൊടുക്കാം. ആ മറുപടി എന്ന് പറയപ്പെടുന്ന അവർക്ക് വിശ്വസനീയമായ മറുപടി ആയിരിക്കണം. അല്ലാതെ നിങ്ങൾ പറയാറുള്ളത് പോലെ ഈ ഞങ്ങൾ ഭരണവിരുദ്ധം ഉണ്ടായിട്ടില്ല എന്ന വിചിത്രവാദം പറയുന്നത് കൊണ്ടോ അല്ലെങ്കിൽ ശബരിമലയുമായി ബന്ധപ്പെട്ട് വരുന്ന വിഷയങ്ങളൊന്നും ഇവിടെ യാതൊരു തരത്തിലും പ്രതിഫലിച്ചിട്ടില്ല എന്ന് പറയുന്നതോ അല്ല. പകരം നിങ്ങളോട് കൂറുള്ള ആ പഴയ CPM-കാരോട്, ആ കമ്മ്യൂണിസ്റ്റുകാരോട് അവർക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ ആ അണികൾക്ക് നിങ്ങൾ പറഞ്ഞു കൊടുക്കണം നിങ്ങൾ എന്തുകൊണ്ട് തോറ്റു എന്ന്. അങ്ങനെയുള്ള ഈ പാർട്ടിയിൽ തോറ്റതെന്താണ് എന്ന് മനസ്സിലാക്കുമ്പോൾ വിജയനെ പോലൊരാൾ ഇനി മുഖ്യമന്ത്രി ആകേണ്ടതുണ്ടോ അല്ലെങ്കിൽ മുഖ്യമന്ത്രി ആക്കേണ്ടതുണ്ടോ എന്ന് പൊതുസമൂഹവും സഖാക്കളും തീരുമാനിച്ചു കഴിഞ്ഞാൽ 8ന്റെ പണിയാണ് പിണറായി വിജയന് വരുന്നത് എന്നുള്ളതാണ്. വരുന്ന തെരഞ്ഞെടുപ്പിൽ സീറ്റും കാണില്ല, മുഖ്യമന്ത്രി ആകാനും കഴിയില്ല.